വിഷുവുമായി ബന്ധപ്പെട്ട് നിരവധി ചടങ്ങുകളുണ്ട്. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള പ്രദേശങ്ങളെ നിരീക്ഷിച്ചാൽ അനേകം വൈവിധ്യമാർന്ന ചടങ്ങുകൾ വിഷുവുമായി ബന്ധപ്പെട്ടു കാണാം. എന്നാൽ കണിയും കൈനീട്ടവുമെല്ലാം പ്രാദേശിക ഭേദമില്ലാത്ത പൊതു ചടങ്ങുകളാണ്. ഒളിമങ്ങാത്ത വിഷുപ്പെരുമയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ കഥയമമ്മ നമ്മെ നയിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. എല്ലാവർക്കും കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഒപ്പം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഈ ഒരു വിഷുക്കാലം നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം തന്ന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു എന്ന് പറയുന്ന ഈ ആഘോഷം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നിരവധിയായിട്ടുള്ള രീതികൾ വിഷുവിൻ്റെ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് മലയാള സംസ്കാരത്തിലുണ്ട്. വിഷു ഒരു കാർഷികോത്സവമാണ് എന്ന് പറയുന്നുണ്ട്. 2, സൂര്യൻ്റെ രാശി മാറ്റവുമായി ബന്ധപ്പെട്ട് വിഷുവിൻ്റെ സംസ്കാരം പറയാറുണ്ട്. 3, പുരാണങ്ങളിലെ കഥകളെ ഉദ്ധരിച്ചുകൊണ്ട് തിന്മയ്ക്ക് മുകളിൽ നന്മ നേടിയ വിജയമായിട്ട് വിഷുവിനെ കാണാറുണ്ട്. എങ്ങനെ നോക്കിയാലും ഒരു സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, വിളവെടുപ്പിൻ്റെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കൂടിച്ചേരലാണ് വിഷു എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഈ ഉത്സവം. വിഷുക്കാലത്തെ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിനെ ഗൃഹാതുരത്വത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. പണ്ട് കാലത്തുള്ള വിഷു അല്ല ഇന്നത്തെ വിഷു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. എങ്കിൽ പോലും ഇന്നേ ദിവസം നമ്മുടെ പ്രഭാതം നല്ല വസ്തുക്കളെ കണി കണ്ടുകൊണ്ട്, നല്ല ചിന്തകളെ കൈനീട്ടമായിട്ട് സ്വീകരിച്ചുകൊണ്ട്, കണ്ണനെയും കണിക്കൊന്നയെയും കൈനീട്ടത്തെയൊക്കെ നമ്മുടെ ഉള്ളം കയ്യിലും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നിട്ടുള്ള ഈ മഹത്തായിട്ടുള്ള സംസ്കാരമാകുന്ന കൈനീട്ടത്തെ ഈ ജീവിതത്തിലുടനീളം ഭദ്രമായി സൂക്ഷിച്ച് ഞാൻ കൊണ്ടുപോകും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി ആരംഭിക്കാം എന്നാണ് പറയാനുള്ളത്. കാരണം വിഷു എന്ന് പറയുന്ന ഈ ആഘോഷത്തിൻ്റെ വിവിധ തലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്നേ ദിവസം പകലും രാത്രിയും തുല്യമായിട്ട് വരും എന്നാണ്. വിഷുവം എന്നുള്ള പദത്തിൽ നിന്നാണ് വിഷു എന്ന് പറയുന്ന പദം ഉണ്ടായത് എന്നുമാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ രാപ്പകലുകളാകുന്ന സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. എല്ലാ കാലത്തും ഇരുട്ടായിരിക്കുന്ന ജീവിതം ആർക്കും തന്നെ ഉണ്ടായിരിക്കില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ കടന്നു വരും. ആ സമയത്തെ നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിച്ച് ആഘോഷിക്കുക. ഇന്ന് ലോകം മുഴുവനുള്ള മലയാളികൾ, കേരളീയർ വിഷു ആഘോഷിക്കുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള വെളിച്ചത്തിൻ്റെ സ്മരണകളെ പുതുക്കിക്കൊണ്ടാണ്. ആ സമയത്ത് നമ്മൾ നല്ലൊരു കണി ഒരുക്കുന്നു, പ്രായത്തിൽ കുറഞ്ഞ ആളുകൾക്ക് കൈനീട്ടം നൽകുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ബന്ധു വീടുകളിൽ സന്ദർശനം നടത്തുന്നു. ഇങ്ങനെ എല്ലായിടത്തും സ്നേഹത്തിൻ്റെ പങ്കുവെക്കലുകൾ നടത്തുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സാക്ഷിയായിട്ട് ഒരു കൃഷ്ണവിഗ്രഹം, സാക്ഷാൽ ഭഗവാൻ നമ്മുടെ വിഷുക്കണിയുടെ മുമ്പിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. എപ്പോഴും നല്ലത് കാണാനും നല്ലത് ചിന്തിക്കാനും പുതിയ തലമുറയെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് മഹാത്മാക്കൾ പറയാറുണ്ട്. എന്താണ് നമുക്ക് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ കൈനീട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എളിയ അഭിപ്രായത്തിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: നമ്മൾ ജീവിക്കുന്ന ഈ മഹത്തായിട്ടുള്ള സംസ്കാരം അത് അവരുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. എങ്ങനെയാണോ നമുക്ക് മുമ്പേ നടന്ന പൂർവികർ ഈ മഹത്തായിട്ടുള്ള സംസ്കൃതിയെ, ഭാരതീയ സംസ്കാരത്തെ, സനാതനധർമ്മത്തെ നമുക്ക് പറഞ്ഞു തന്നത്, അതിനേക്കാൾ ഉപരി നമ്മൾ സ്വയം വിദ്യ ആർജിച്ച് വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് നമ്മുടെ ആചാരങ്ങൾ എന്താണ്, നമ്മുടെ അനുഷ്ഠാനങ്ങൾ എന്താണ്, നാമജപത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ ചേർന്നുള്ള ഒരു കൂട്ടം വിഷുക്കൈനീട്ടം കൂടി കൊടുക്കാൻ ഈ വിഷുക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ മണ്ണിൻ്റെ സുഗന്ധവും നമ്മുടെ സംസ്കാരത്തിൻ്റെ മനോഹാരിതയും നുകർന്നുകൊണ്ട് വേണം പുതിയൊരു തലമുറ വളർന്നു വരാൻ. അതല്ലാത്തൊരു തലമുറ ഇന്ന് വളർന്നു വരുന്നുണ്ടോ എന്ന് ലോകം മുഴുവൻ ഭീതിയോടുകൂടി കാണുകയാണ്. ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത, ലഹരിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, അവനവൻ്റെ സന്തോഷങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗം തലമുറ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വിഷുക്കാലത്ത് ഒരോർമ്മപ്പെടുത്തലാണത്. എന്തിന്?
നമ്മുടെ വീട്ടിൽ വളരുന്ന കുട്ടികളെങ്കിലും ഈ ധർമ്മത്തിൻ്റെ ഭാഗമായി മനോഹരമായിട്ടുള്ളൊരു ജീവിതം എങ്ങനെയാണോ ഒരു കണിയുടെ ഉള്ളിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കൾ നിറച്ചുകൊണ്ട് അതിനെ കണ്ടുകൊണ്ടൊരു ദിവസം ആരംഭിച്ച് ഈ വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെതാവും എന്ന് സ്വയം കരുതിക്കൊണ്ട് കർമ്മപഥത്തിലേക്ക് ഇറങ്ങുന്നത്, അതുപോലെ നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് പുതിയ ചിന്തകൾ, നല്ല ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കൈനീട്ടമായിട്ട് വെച്ചു കൊടുത്തുകൊണ്ട് വളരാൻ അവരെ പ്രേരിപ്പിക്കണം. അവർ വന്ന് ജനിച്ചിട്ടുള്ള ഈ മണ്ണ്, ഇതിൻ്റെ സംസ്കൃതി, അത് മഹത്തായിട്ടുള്ള പാരമ്പര്യമുള്ളതാണെന്ന് അവരെ പഠിപ്പിക്കണം. അത് വേണം ഈ വർഷത്തെ വിഷു കൈനീട്ടമായിട്ട് പുതിയ കുട്ടികൾക്ക് കൊടുക്കാൻ എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ പൂർവികരുടെ ആത്മാക്കൾ സന്തോഷിക്കുകയുള്ളൂ. നോക്കൂ, ഓരോ ആഘോഷവും കൂടിച്ചേരലിൻ്റെതാണ്. ഇന്നും നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല ആളുകളും മൊബൈൽ ഫോണിൽ കണി വയ്ക്കുന്ന ആളുകൾ, മൊബൈൽ ഫോണിൽ കണി കണ്ടുകൊണ്ട് ഉണരുന്ന ആളുകൾ, ഒരു തരത്തിലുള്ള വിഷു ആഘോഷിക്കാനുള്ള സാമ്പ്രദായികമായിട്ടുള്ള രീതികൾ അറിയാത്തവർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയുന്ന സത്യമാണ്. എങ്കിലും ഇപ്പോഴും നമ്മുടെ സംസ്കാരം ബാക്കി നിൽക്കുന്നു നമ്മുടെ വീടുകളിൽ. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ അതിൽ കാണിക്കുന്ന ശുഷ്കാന്തി, ആ സംസ്കാരത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഒരു വീട്ടിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആ വീട്ടിലെ അമ്മമാരാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടുള്ള എൻ്റെ എളിയ അഭ്യർത്ഥന, എങ്ങനെയാണോ ഈ സംസ്കാരത്തെ ഒരു കൈനീട്ടമായി നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികളുടെ പിഞ്ചു പൈതങ്ങളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കണമെന്ന് നേരത്തെ സൂചിപ്പിച്ചത്, അതുപോലെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ സംസ്കാരത്തിലെ നിരവധിയായിട്ടുള്ള കഥകളുടെ കൈനീട്ടം കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഈ കഥയമ്മ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ നിരവധിയായിട്ടുള്ള കഥകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനേക്കാൾ മനോഹരമായിട്ടുള്ള കഥകൾ ഓരോ ദിവസവും നമ്മളുടെ കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ആ കൈനീട്ടം കിട്ടി വളരുന്ന ഒരു കുട്ടിയും ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു, അവരുടെ ജന്മം പാഴായി പോവില്ല. അവർ ഈ ഭാരതഭൂമിയെ അവരുടെ കർമ്മപഥം കൊണ്ട് അവർ ഈ ഭാരതത്തിൽ വന്ന് ജനിച്ചു എന്നുള്ള അഭിമാന ബോധത്തോടു കൂടി ഏറ്റവും നല്ലൊരു ജീവിതം ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. ഒരിക്കലും അവരെ ഓർത്ത് നമുക്ക് വിഷമിക്കേണ്ടി വരില്ല. അവരൊരിക്കലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രയാസം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏത് ലഹരിയുടെ പുറകെ പോകണം, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണോ, ഇങ്ങനെയുള്ള ഒരു ചിന്തകളും അവരുടെ മനസ്സിലേക്ക് വരില്ല. നിങ്ങൾ ഇന്ന് ഈ കൈനീട്ടം കൊടുത്ത് അവരെ ശീലിപ്പിക്കുക. അതോടുകൂടി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഈ വിഷുക്കാലത്ത് നമുക്ക് സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട്, സാക്ഷാൽ പരാശക്തിയായിട്ടുള്ള ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഈ വർഷക്കാലം മുഴുവൻ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെതുമാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.